സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ ധർണ നടത്തി. കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ അവകാശങ്ങൾക്കായി നിരാഹാര സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഇ സമീർ പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കം പറയുന്ന സർക്കാർ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പള ഇനത്തിലും മറ്റ് ആനുകൂല്യങ്ങൾ എന്ന നിലയിലും വർദ്ധിപ്പിച്ചു നൽകിയത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാടിന് രക്ഷകരായി നിന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങളിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നും സമീർ പറഞ്ഞു. ഏറ്റവും വലിയ ക്രൂരതയുടെ ദൃഷ്ടാന്തമാണ് ആശാവർക്കർമാർ തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ന്യായമായ ശമ്പളത്തിന് വേണ്ടി, ഓണറേറിയം കിട്ടാൻ വേണ്ടി, ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി, അവർക്ക് അവരുടെ പ്രവർത്തന പെൻഷൻ പ്രായം 64 വയസ്സാക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ ന്യായമായ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ന്യായമായ ഓണറേറിയം ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരം അവർ നടത്തുന്നത്. അവർ സമരം ചെയ്യുമ്പോൾ അവർക്ക് ന്യായമായ തരത്തിൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കൂട്ടാക്കാതെ 2.25 ലക്ഷം രൂപയുണ്ടായിരുന്ന PSC മെമ്പർമാരുടെ ശമ്പളം 3.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയർമാന്റെ ശമ്പളം PSCയുടേത് 3,60,000 രൂപയാക്കി പ്രതിമാസമായി വർദ്ധിപ്പിക്കുകയും ഈ ഗവൺമെന്റ് ചെയ്തു. ഇതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പരിഷ്കാരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആശാവർക്കർമാർ അവരുടെ സമരം ഇന്ന് നിരാഹാര സമരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ആ നേതാവായിട്ടുള്ള ഒരു സഹോദരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ പിണറായി വിജയനും അതുപോലെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജിനും കുലുക്കമില്ല. ഇവര് കോർപ്പറേറ്റ് ഭരണം നയിക്കുന്ന ഭരണാധികാരികളായിട്ട് മാറിയിരിക്കുന്നു. ഈ ഭരണാധികാരികൾ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. പാവപ്പെട്ട ആശാവർക്കർമാർ. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിധു രാഘവൻ അധ്യക്ഷത വഹിച്ചു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പലതവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അതിലൊന്നുപോലും അംഗീകരിക്കുന്നതിന് അവർ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ അവരിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. ദളിത് കോൺഗ്രസും അവർക്ക് പിന്തുണ അർപ്പിക്കുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK അച്യുതൻ, M ദിവാകരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ C രഘുവരൻ, M പ്രസന്നൻ, R ബാലൻ, TK സുഭാഷ്, രാധാകൃഷ്ണൻ നൂർനാട്, TT രാജപ്പൻ, ജില്ലാ ട്രഷറർ K കൊച്ചിചെറുക്കൻ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ P സദാനന്ദൻ, K ശിവരാമൻ, ശശി ഓലകിട്ടി, വിജയകുമാർ, ബാലകൃഷ്ണൻ, ശുഭ, മണ്ഡലം പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ, ഷിബു ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.